ഹായ് ഓൾ, എല്ലാവർക്കും കുട്ടി വൈബ്സിലെ അടുത്ത ഒരു നല്ലൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സായി പ്രേം, HDFC ലൈഫിൽ ഫൈനാൻഷ്യൽ കൺസൾട്ടൻ്റാണ്. ഈ ഒരു വീഡിയോ ഇന്നിപ്പം ഇതിൻ്റെ ഒരു റെലവൻസി കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി വരുന്ന ഈ വീഡിയോൻ്റെ ലാസ്റ്റിലേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു വീഡിയോ പ്രധാനമായിട്ടും ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു മെസ്സേജ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അതായത് നമ്മുടെ ഈ സൊസൈറ്റിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു വ്യക്തിക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു സാലറീഡ് ആയിട്ട് ഒരു എംപ്ലോയി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുത്തിരിക്കേണ്ട കുറേ കാര്യങ്ങൾ നമുക്കുണ്ട്. അതായത് ഒന്ന്, നമുക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഒരുവിധം എല്ലാ ആളുകൾക്കും ഈ ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ചും ഒരുവിധം ആളുകൾ ഇന്ന് എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. അതായത് വളരെ അവെയറാണ് അതിനെക്കുറിച്ചിട്ടൊക്കെ. അതുപോലെ തന്നെ നമ്മൾ കേട്ടിട്ടുള്ള ഒരു ഇൻഷുറൻസാണ് വെഹിക്കിൾ ഇൻഷുറൻസ്, അല്ലേ? വാഹനത്തിന് നമ്മളൊരു ഇൻഷുറൻസ് എടുക്കുന്നത്. അതും നിങ്ങൾക്ക് അത് വളരെ മസ്റ്റാണ്. നമുക്കറിയാം, നമ്മുടെ ഈ സൊസൈറ്റിയിൽ ഏറ്റവും മസ്റ്റായ ഒരു കാര്യമാണ് വെഹിക്കിൾ ഇൻഷുറൻസ് എന്നുള്ളത്. അത് നമുക്കറിയാം, ഒരു വാഹനത്തിന് ഇൻഷുറൻസ് തെറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വണ്ടി നമുക്കിനി പുറത്തിറങ്ങാൻ പറ്റില്ല, ഇറക്കാൻ പാടില്ല എന്നാണ് നിയമം. സോ അതുകൊണ്ട് തന്നെ ആ ഒരു പോലീസ് ചെക്ക് ചെയ്യും എന്നുള്ളതൊക്കെ പേടിച്ചുകൊണ്ട് നമ്മളൊരു ഇൻഷുറൻസ് എപ്പോഴും എടുത്തു വെക്കും. അപ്പം ഈ രണ്ട് ഇൻഷുറൻസും നമ്മളെപ്പോഴും എടുത്തു വെക്കാറുണ്ട്. നമ്മൾ അറിയാതെ പോകുന്ന മറ്റൊരു ഇൻഷുറൻസും കൂടിയുണ്ട്. അതിനെക്കുറിച്ചും കൂടി ആണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അതാണ് ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. എത്ര പേർക്ക് ലൈഫ് ഇൻഷുറൻസിൻ്റെ ഒരു അവെയർനെസ് ഉണ്ട് എന്ന് എനിക്കറിയില്ല. എന്നാൽ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ മാക്സിമം അവെയർനെസ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ഞാൻ അതിനെക്കുറിച്ചിട്ടൊന്ന് പറയാം. നമ്മുടെ ലൈഫ് എത്രമാത്രം ഗ്യാരണ്ടി ഉള്ള ഒരു പ്രോഡക്റ്റാണ് എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. ബിക്കോസ് നമ്മുടെ ലൈഫിൽ എപ്പോൾ വേണമെങ്കിലും നമുക്കൊരു അൺസർട്ടനിറ്റി, അതായത് നമുക്ക് വന്നു ചേരാവുന്ന വിപത്തുകൾ കൂടുതലാണ്. എപ്പോൾ വേണമെങ്കിലും നമുക്ക് നമ്മുടെ ലൈഫിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അപ്പം സോ അങ്ങനത്തെ ഒരു സൊസൈറ്റിയിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ഈ സൊസൈറ്റിയിൽ നമ്മൾ പോകുന്ന ആ ഒരു റൂട്ട് ഓഫ് വേ ഓഫ് സ്റ്റൈൽ, ആൾക്കാരുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് വളരെ ബിസി സ്റ്റൈലാണ്. ഇപ്പം വാഹനത്തിൽ ഇപ്പോൾ നമ്മൾ റോട്ടിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ തന്നെ റൂട്ടിൽ മൊത്തം വാഹനങ്ങൾ, വളരെ റഷി ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. സോ അങ്ങനത്തെ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ എടുത്തിരിക്കേണ്ട ഒരു ഇൻഷുറൻസാണ് ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഒരു സാലറി കിട്ടി, ഒരു സാലറീഡ് ഒരു എംപ്ലോയി ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈഫ് ഇൻഷുറൻസ് എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ബിക്കോസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫാമിലി ആയിട്ടുണ്ടെങ്കിൽ, ഒരു ഫാമിലി ബോയ് എന്നൊക്കെ ആയിട്ട് എന്ന് വിചാരിക്കാം. ഇപ്പം നമ്മൾ ഒരു കുടുംബത്തെ നമ്മൾ നയിച്ചു കൊണ്ടുപോകുന്ന ഒരു വ്യക്തി എന്ന് കരുതുക. അതായത് നമ്മൾ രാവിലെ ജോലിക്ക് പോകുന്നുണ്ട്, വൈകുന്നേരം ജോലി കഴിഞ്ഞു വരുന്നു, നമ്മുടെ കുടുംബത്തെ നമ്മൾ നോക്കുന്നു. അങ്ങനെ ഒരു കുടുംബത്തിൻ്റെ ചുമതല മൊത്തം ഏറ്റെടുത്തുകൊണ്ട് ഒരു കുടുംബസ്ഥനായി നമ്മൾ ലൈഫ് നീക്കി പോകുന്ന ഒരു ആൾക്കാരാണെങ്കിൽ നമ്മുടെ ലൈഫിന് എന്തെങ്കിലും ഒരു ഗ്യാരണ്ടി ആയിട്ട്, അല്ലെങ്കിൽ ഒരു അഷ്വറൻസ് ആയിട്ട് നമ്മൾ എടുത്തിരിക്കേണ്ട ഒന്നാണ് ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളിപ്പോൾ ഒരു ചെറിയൊരു ഉദാഹരണമായിട്ട് ഞാൻ പറയാം. അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് ഈ ഒരു ഉദാഹരണത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകും. ഒരു ചെറിയൊരു ഫാമിലിയാണെന്ന് കരുതുക, ഒരു ചെറുകിട കുടുംബം, ഒരു 4 പേരടങ്ങുന്ന കുടുംബം. അതിൽ രമേശ് എന്ന് പറഞ്ഞ ഒരാൾ, അദ്ദേഹത്തിൻ്റെ ഭാര്യ രാജി, 2 മക്കളും, 2 പെൺകുട്ടികളും. അപ്പം രമേശ് എന്ന് പറഞ്ഞ ഈ വ്യക്തി ഡെയിലി ജോലിക്ക് പോകും, കാര്യങ്ങളൊക്കെ കുടുംബത്തിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്ന അയാൾ. പെട്ടെന്ന് അയാൾക്കൊരു അൺസർട്ടനിറ്റി സംഭവിക്കുന്നു. അതായത് അയാൾക്ക് ഒരു ദിവസം രാവിലെ ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് അയാൾക്ക് ചെറിയൊരു ആക്സിഡൻറ്റ് സംഭവിച്ച് അയാളുടെ ഒരു കാലിന് സ്വാധീനക്കുറവായിട്ട് അയാൾക്ക് ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരികയും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു കുടുംബത്തിന് ബാക്കിയുള്ള അവരെ ആശ്രയിച്ച് നിൽക്കുന്ന ഭാര്യ, 2 മക്കളുടെ ജീവിതം എങ്ങനെയായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ആ വ്യക്തിക്ക് ജോലിക്ക് പോയാൽ മാത്രമേ ഉള്ളൂ ഈ വ്യക്തി നമ്മൾ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ അധികം ആൾക്കാർക്ക് ലോണുകൾ ഉണ്ടാവും.
അപ്പോൾ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ലോണുകൾ അടയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ പല കാര്യങ്ങളും അയാൾ മേക്ക് ഓവർ ചെയ്തത് ഈ ഒരു ജോലി കണ്ടിട്ടായിരിക്കും. അവിടെയാണ് നമുക്ക് ഈ ഒരു ലൈഫ് ഇൻഷുറൻസിൻ്റെ ഏറ്റവും വലിയൊരു പ്രാധാന്യം വരുന്നത്. അപ്പം അന്ന് ഈ പറഞ്ഞ ഈ വ്യക്തി ഒരു ലൈഫ് ഇൻഷുറൻസ് എടുക്കാത്തത് കൊണ്ട് അയാളുടെ കുടുംബം ബാധ്യതകൾ ഏറ്റെടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. സോ ഇത്തരം ഒരു സിറ്റുവേഷൻ നമ്മളുടെ ഇടയിലുള്ള എല്ലാ ആളുകൾക്കും സംഭവിക്കാവുന്നതാണ്. ഇതിനെയാണ് നമ്മൾ ഈ ഒരു റിസ്കിനെയാണ് നമ്മൾ ഒരാൾക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഒരു നല്ലൊരു കവറേജ്, നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് എന്തും സംഭവിക്കട്ടെ എന്നല്ല, ആർക്കും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്നേ നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുകയുള്ളൂ. പക്ഷേ നമുക്കറിയാം, ലൈഫാണ്, എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം. സോ ഈ ഒരു ബോധം അല്ലെങ്കിൽ ഈ ബോധവൽക്കരണം നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സോ ഇതാണ് നമ്മൾ എപ്പോഴും നമ്മുടെ ലൈഫിനെ സെക്യൂർ ചെയ്ത് നിർത്താനായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ഈ ലൈഫ് ഇൻഷുറൻസ് എന്നുള്ളത്. സോ ഇതിനെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പം ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിൾ വെച്ച് നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ വിഷ്വലൈസ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇഫ് വിഷ്വലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്നിരുന്ന് ചിന്തിച്ചിട്ട് ഈ താഴെ കാണുന്ന ഈ നമ്പറിൽ എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു.